നമസ്കാരം. ഇന്നലെ ഒട്ടുമിക്ക പത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ആ വാർത്തയുടെ തലക്കെട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാപ്പുമായി ബന്ധപ്പെട്ടാണ്. വനിതാ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് വാർത്തയുടെ തലക്കെട്ട്. എന്നാലും ഇവിടെ മാപ്പ് ചോദിക്കാൻ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ രാജ്യത്ത് മറ്റാരും. അതായത് ഏറ്റവും മുകളിലുള്ള എത്ര വലിയ നേതാവാണെങ്കിലും ആ നേതാവിനും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകനും ഈ മാപ്പ് ചോദിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവാണ്. അത് അവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ മാനസിക രോഗിയായി രക്ഷപ്പെടാൻ ശ്രമിക്കുക, എത്രയോ വാർത്തകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രവൃത്തി ദോഷത്തിന്റെ ഭാഗമായി മാപ്പ് ചോദിക്കേണ്ടി വരാറുണ്ട്. മാപ്പ് ചോദിച്ച് മെല്ലെ അവരങ്ങ് തടി വരും. മറ്റുള്ള ആളുകൾക്കൊന്നും മാപ്പ് പറഞ്ഞിങ്ങനെ കാര്യങ്ങളങ്ങ് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഈ കഴിഞ്ഞ സമയങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകളും നമ്മളൊക്കെ കണ്ടതാണ്. മാപ്പ് ചോദിച്ചവനെ വീണ്ടും വീണ്ടും കയറി ഇവരൊക്കെ അറ്റാക്ക് ചെയ്യും. മാപ്പ് ചോദിച്ചിട്ടും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച്. ഇവർക്കിവിടെ ഈ മാപ്പ് പറഞ്ഞ് കാര്യം നേടാൻ വലിയ കഴിവുള്ള ആളുകളാണ്. അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ മാപ്പ് ചോദിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവിടെ ഇത്തരത്തിലൊരു മാപ്പ് ചോദ്യവുമായി രംഗത്തെത്തിയത് എന്നൊക്കെയുള്ള വാർത്തകൾ, ചില പ്രതികരണങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പ്രവൃത്തി ദോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മാപ്പ് ചോദ്യം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ് ഈ പ്രവൃത്തി ദോഷം, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം മാപ്പ് ചോദിച്ചത് എന്ന് പരിശോധിച്ചാൽ, കൃത്യമായി പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 294 അംഗ നിയമസഭയിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ വനിതകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പരിശോധിച്ചാൽ അദ്ദേഹം മാപ്പ് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP-ക്കാരിവിടെ 33 വനിതകളെയാണ്, ഈ 294 അംഗ നിയമസഭയിലേക്ക് 33 വനിതകളെയാണ് BJP-ക്കാർ മത്സരിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ BJP-യുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇവിടെ 55 സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട്. BJP പറയുന്നതനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ത്രീ വിരോധികളാണ്, അവർക്കെതിരെയാണ്, അത്തരത്തിലുള്ള സ്ത്രീ വിരോധികൾക്കെതിരെയാണ്, അവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വനിതാ സംവരണ ബില്ലൊക്കെ കൊണ്ടുവന്നത്. ദയനീയമായി പരാജയപ്പെട്ടപ്പോഴാണ് ഇവിടെ പ്രധാനമന്ത്രി മാപ്പ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മാപ്പ് ചോദിക്കേണ്ടതില്ല. എന്നാൽ നടക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി മാപ്പ് ചോദിച്ചേ മതിയാകൂ. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് 55 സ്ത്രീകളെ മത്സരിപ്പിക്കുമ്പോൾ BJP പശ്ചിമ ബംഗാളിൽ 33 വനിതകളെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത്. ഇനി ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പരിശോധിച്ചാൽ BJP-യുടെ ഈ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 12.90%. എന്നാൽ TMC-യുടെ കണക്കൊന്ന് നോക്കാം നമുക്ക്. തൃണമൂൽ കോൺഗ്രസിന്റെ അവര് 37.90% അവരുടെ ഒരു വനിതാ പ്രാതിനിധ്യം. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നോക്കുമ്പോൾ 14.30%, SP 13.50%, DMK 13.60%. ഇതാണ് മറ്റുള്ള പാർട്ടികൾ അവരുടെ സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന ഇങ്ങനെയാണ്. BJP-യുടെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 12.90%. അതായത് മറ്റുള്ള DMK, അതുപോലെ SP, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും BJP എന്ന് പറയുന്ന ഈ പാർട്ടി കൊടുക്കുന്നില്ല. ഈ പാർട്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത്. എന്തായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നരേന്ദ്രമോദി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തെ സ്ത്രീകളെ അവഗണിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഇരട്ടത്താപ്പിന്റെ ഭാഗമായി അദ്ദേഹം ക്ഷമ ചോദിച്ചതിൽ തെറ്റില്ല. അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ട വ്യക്തി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.